പെരുന്നാൾ പർച്ചേസിങ് വ്ളോഗാണ് ഗൈസ്. നാളെ നാട്ടിലേക്ക് പോവാണ്. അപ്പം ഇന്ന് വീട്ടുകാർക്ക് വേണ്ടിയുള്ള പർച്ചേസിങ് വ്ളോഗാണ്. ഞാൻ ജോലിക്ക് കയറിയിട്ട് 2 മാസം ആവാറായിട്ടുണ്ട് കേട്ടോ. ജോലി കിട്ടിയതിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ പെരുന്നാളാണ്. അപ്പോൾ പിന്നെ ലേവിഷ് ആയിക്കോട്ടെ എന്ന് കരുതി ഉച്ചയ്ക്ക് ഇറങ്ങിയതുകൊണ്ട് കഞ്ഞിയൊക്കെ കുടിച്ചിട്ടാണ് പോയത്. കളമശ്ശേരി ഈസി ബൈയിൽ നിന്നാണ് കേട്ടോ പർച്ചേസിങ്. കാര്യം ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇത്രയും സന്തോഷത്തോടു കൂടി ഒരു പർച്ചേസിങ് നടത്തുന്നത്. ചെന്ന് നേരെ പോയത് കിഡ്സിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ. ഇത്തത്താടെ കുട്ടികൾക്ക് എടുക്കാനുള്ള പ്ലാനിങ്ങിലാണ്. പക്ഷെ ആകെ കൺഫ്യൂഷനായി. സൈസ് ഇഷ്യൂ, പാകാവോ വലുതാവോ ചെറുതാവോ എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനായി. പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതിയിട്ടാണ് എടുത്തത്. പിന്നുള്ളൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ സെലക്ഷൻ ഉണ്ട്. നമുക്ക് ആകെ കൺഫ്യൂസ്ഡ് ആവും, അത്രയും കളക്ഷൻസ് ഉണ്ട്. എനിക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാറിനെ കൂടെ കൊണ്ടുപോയത്. പക്ഷേ ഇടയ്ക്ക് വെച്ച് സാറിനെ കാണാണ്ടായി. നോക്കിയപ്പോൾ മിററിൻ്റെ അടുത്ത് നിന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് എന്നെ ഈ ഒരു സാധനം ചെയ്യാൻ വേണ്ടി പിടിച്ചു നിർത്തിയത്. പിള്ളേർക്കുള്ള പർച്ചേസിംഗ് ഒക്കെ ഒരുവിധം കഴിഞ്ഞെങ്കിലും എനിക്ക് പിന്നെയും കൺഫ്യൂഷനായിരുന്നു. ഇതെടുക്കണോ, മാറ്റി വാങ്ങണോ, വലുത് വാങ്ങണോ, ചെറുത് വാങ്ങണോ, അങ്ങനെ ആകെ കൺഫ്യൂഷനായിരുന്നു. അത് കഴിഞ്ഞ് നേരെ പോയത് ലേഡീസിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ. ഉമ്മയെത്തിയും പർദ്ദ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് കുഞ്ഞുമ്മയുടെ 2 പിള്ളേരുണ്ട്, എൻ്റെ അനിയത്തിമാരാണ്. അവർക്കും എനിക്കുമാണ് ഇവിടെ നിന്നുള്ള പർച്ചേസിങ്. ഇവിടെയാണെന്നുണ്ടെങ്കിലും നല്ല കളക്ഷൻസ് ഉണ്ട്. ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു ആദ്യത്തെ പോലെ തന്നെ. ഞാൻ 2-3 എണ്ണം സെലക്ട് ചെയ്തിട്ട് ലാസ്റ്റ് ഫൈനലൈസ് ചെയ്യാണ് ചെയ്തത്. ബൈ 2 get 1 ഓഫറൊക്കെ ഉണ്ട്, പക്ഷേ അതിലും നല്ല കളക്ഷൻസ് തന്നെയാണുള്ളത്. അങ്ങനെ ഞാൻ ഫൈനലൈസ് ചെയ്തൊന്നാണ് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത്. ക്യാമറയിൽ വലിയ ഗുമ്പളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആണുള്ളത്. കുഞ്ഞുമാടെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ പർച്ചേസിങ്. സെക്കൻഡ് വൺ ഇതാണ്. ഈ യെല്ലോ കളർ നമ്മുടെ ഫേസിൽ നല്ല ബ്രൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ടായിരുന്നു. ആൻഡ് ആസ് യൂഷ്വൽ ക്യാമറയിൽ വലിയ ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ പെരുന്നാളിന് ജിഷ്ണു ചേട്ടൻ എൻ്റെ വക ഒരു ടീഷർട്ട് എടുത്തെടുത്തു. പർച്ചേസിംഗ് ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടോ. ഞാൻ അങ്ങനെ അധികം നേരം നിന്ന് വലിച്ചു വരട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരാളല്ല, പെട്ടെന്ന് തീർക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പോകുന്നത് ഉമ്മാക്കും കുഞ്ഞുമാർക്കും വാപ്പാക്കൊക്കെ വേണ്ടിയുള്ള പർച്ചേസിങ്ങിനാണ്. അത് നമുക്ക് വേറെ ഷോപ്പ് നോക്കേണ്ടി വരും. സോ അതിന് വേണ്ടിയുള്ള പോക്കാണ്. അത് ഞാൻ വീഡിയോയിലൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ വേറെ വീഡിയോയിൽ കാണാം. ബൈ.